എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണം, പറയണം. ഇനി ഞാൻ ശേഷം നിങ്ങൾക്ക് കേൾപ്പിക്കുന്നുണ്ട്. കുണ്ടോട്ടിയിൽ വന്ന് പ്രസംഗിച്ച പലരും പറഞ്ഞത് ഇമാം നബവി റഹിമഹുല്ലാ എന്നാണ്, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ എന്നാണ്, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാ എന്നാണ്, മുഹീദ്ദീൻ ശൈഖ് മുജദ്ദിദാണെന്നാണ് ഇവിടെ പ്രസംഗിച്ച മൗലവിമാരൊക്കെ പറഞ്ഞത്. അപ്പൊ അവരൊക്കെ റളിയല്ലാഹു അൻഹും റഹിമഹുല്ലയും പറയുന്ന ഇമാമിങ്ങൾ, അവര് മുജദ്ദിദാണെന്ന് പറയുന്ന ഇമാമിങ്ങൾ, അവരെ കിതാബിൽ എഴുതി വെച്ചതാ ഞാൻ വായിക്കുന്നത്. കേട്ടോളൂ, ശരിക്ക് ശ്രദ്ധിച്ചോളൂ. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ നേരെ പോയി നിൽക്കണം. വയതവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി, അവനവന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി പ്രാർത്ഥിക്കണം. വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിലേക്ക് ശുപാർശ തേടണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിലേക്ക് ശുപാർശ തേടണം. വമിൻ അഹ്സനി മാ യഖൂലു മാ ഹക്കാഹുൽ മാവർദി, അങ്ങനെ ശുപാർശ തേടിക്കൊണ്ട് പറയുന്ന വാചകങ്ങളിൽ ഏറ്റവും നല്ലതിലൊന്നാണ് മാവർദി ഇമാം ഉദ്ധരിച്ചത്, വൽ ഖാദി അബൂ തയ്യിബ്, ഇമാം അബൂ തയ്യിബ് ഖാദി അബൂ തയ്യിബ് ഉദ്ധരിച്ചത്, വസായിറു അസ്ഹാബിനാ, അങ്ങനെ ഒരു രണ്ട് പണ്ഡിതന്മാര് മാത്രമല്ല, ശാഫിഈ മദ്ഹബിലെ എല്ലാ ഇമാമിങ്ങളും ഉദ്ധരിച്ചു. എന്താണത് കാര്യം? എല്ലാ പണ്ഡിതന്മാരും ഉദ്ധരിച്ചു, ശാഫിഈ മദ്ഹബുകാർ മാത്രമല്ല. ഇമാം നവവി ശാഫിഈ മദ്ഹബ് പറയുന്നത് കൊണ്ട് നമ്മുടെ മദ്ഹബിനെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. പറയാണ് ഇമാമിൽ നിന്ന് മുസ്തഹ്സിനീന, അതൊരു പുണ്യകാര്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇമാമിങ്ങൾ പറയുന്നത്. എന്താണ് സംഗതി? കുന്തു ജാലിസൻ ഇൻദ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അത്ബി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ ഇരിക്കുകയായിരുന്നു. ഫജാഅ അഅറാബിയുൻ, അവിടെ ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്നു. ഫഖാല, അദ്ദേഹം ചൊല്ലി, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ചൊല്ലി അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു, സലാം പറഞ്ഞു. മരിച്ചാലെ വിളിക്കരുത് എന്നാണല്ലോ ഇവരെ വാദം. ഇരിക്കട്ടെ, സമീഅത്തുല്ലാഹ യഖൂലു, നബിയോട് പറയാണ് ആ മഹാൻ, അല്ലാഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അല്ലാഹു പറഞ്ഞത് ഖുർആനിൽ? വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ആ തെറ്റ് ചെയ്തു പോയ ആളുകൾ അവരെ ശരീരത്തോട് വല്ല തെറ്റും ചെയ്തു പോയാൽ ജാഊക, തങ്ങളെടുക്കൽ അവർ വരണം. ഫസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ ചോദിക്കണം. വസ്തഗ്ഫറ ലഹുർ റസൂൽ, ഇബ്നു കസീറിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞ തഫ്സീർ അനുസരിച്ച് അർത്ഥം പറയുമ്പോൾ അവിടെ ഉള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ അവരുടെ പ്രശ്നം അവതരിപ്പിക്കണം. വസഅലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്, നബിയോട് അവരാവശ്യപ്പെടണം. അൻ യസ്തഗ്ഫിറ ലഹും, അവർക്ക് വേണ്ടി പടച്ചവനോട് പാപം പൊറുക്കാനുള്ള റെക്കമെൻഡിന് വേണ്ടി നബിയോട് അവരാവശ്യപ്പെടണം. എന്നിട്ടോ അസ്തഗ്ഫറ ലഹുർ റസൂൽ, റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹ് അവരുടെ ദോഷം പൊറുക്കുന്നവനായി എത്തിക്കാൻ കഴിയും. ഇത് ഓതിയിട്ട് ആ അറാബി പറയാണ്, വഖദ് ജീതുക മുസ്തഗ്ഫിറൻ മിൻ ദംബി, നബിയെ ഞാൻ അങ്ങയെ സമീപിക്കുന്നത് എന്റെ പാപത്തിൽ നിന്ന് പൊറുക്കലിനെ ചോദിക്കുന്നവനായ നിലക്കാണ്. പടച്ചവനോട് ഞാൻ ഇങ്ങനെ എന്റെ പാപം പൊറുക്കാൻ ആവശ്യപ്പെടുകയാണ്. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, തങ്ങളോട് ഞാനിതാ ശുപാർശ തേടുന്നു നബിയേ, തങ്ങളോട് ശുപാർശ തേടുന്ന നിലക്ക് ഞാനിതാ വന്നിരിക്കുന്നു. ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് അങ്ങയെ കൊണ്ട് ശുപാർശ തേടി ഞാനിതാ വന്നിരിക്കുന്നു. സുമ്മ സയഖൂൽ, പിന്നെ ആ മഹാനങ്ങ് പാടി, യാ ഖൈറമൻ ദൂഫീനതി ബിൽഖാഇ യഅലൂമുഹു ഫതാബ മിൻ തീബിൻ നൽഖാഉ വൽ അകമു നഫ്സിൽ ഫിദാഉ ലിഖബ്ലിൻ അൻത സാകിനുഹു ഫീൽ ആഫാഫു വഫീൽ ജൂദു വൽ കറമു ഇഖഅന
പ്രദേശത്ത് മറവ് ചെയ്യപ്പെട്ട മഹാന്മാരിൽ ഏറ്റവും ഖൈറായ നബിയേ, അങ്ങയുടെ ശരീരം മറവ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ പ്രദേശം മുഴുവനും പുണ്യഭൂമിയായി പോയി നബിയേ. എന്റെ ശരീരം അങ്ങയുടെ ഖബറിന് ഞാൻ സമർപ്പിക്കുന്നു നബിയേ. ആ ഖബറിൽ നിന്ന് ധാരാളം സംഭാവനകൾ ലഭിക്കുന്നുണ്ടല്ലോ നബിയേ എന്ന് അദ്ദേഹം ചൊല്ലി. സുമ്മൻ സർഹ, പിന്നീട് അയാൾ പിരിഞ്ഞുപോയി. ഫഹമലത്തിനി ഐനായ ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നൗം, എന്നോടൊന്ന് ഉറങ്ങിപ്പോയി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു. എന്നോട് പറഞ്ഞു, യാ ബിൽ അഖൽ അറാബി, നിങ്ങൾ ആ അറാബിയുടെ അടുക്കലേക്ക് ചെല്ലുക. ഫബശ്ശിറുഹു ബി അന്നല്ലാഹ തആല ഖദ് ഗഫറ ലഹു, അല്ലാഹ് അയാൾക്ക് പുറത്തു കൊടുത്തു എന്ന സന്തോഷം പറയൂ ഇമാം നബി എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഈ സംഭവം ഇമാം നബവി റളിയല്ലാഹു അൻഹു എത്ര വലിയ ഹദീസ് പണ്ഡിതനാണ്, ഇസ്ലാമിന്റെ എല്ലാ അടിസ്ഥാന തത്വങ്ങളും അറിയുന്ന ഇമാം നബവി ഉദ്ധരിച്ചിട്ട് പറയുന്നു, ഞാൻ മാത്രം പറയുന്നു എന്നല്ല, എല്ലാ ഇമാമിങ്ങളും പറയുന്നു ഇതുപോലെ നബിയെ വിളിക്കലും പറയലും ആവശ്യമാണ്. അതുകൊണ്ട് മദീനത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തിന്റെ ചുമരിന്റെ മേലെ 2 പില്ലറിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് അതാ എഴുതി വെച്ചിരിക്കുന്നു. ഈ 2 പദ്യങ്ങളും നബിയോട് സഹായം തേടുന്ന പദ്യം ഇന്നുമുണ്ട്, സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു. സഹോദരന്മാരെ,